one of the major hurdle, one of the major issue in plant tissue culture is presence of cell wall. So we know a condition in plants where cell wall is so soft, that is meristematic cells. So once you can convert plant cells to callus, നിങ്ങൾ ടിഷ്യൂ കൾച്ചറിൽ പഠിച്ചിട്ടുണ്ടാവും, പ്ലാന്റ് സെൽസ് ഡീഡിഫറൻഷിയേഷൻ വഴി കാലസ് ടിഷ്യൂ ആയിട്ട് മാറും. അപ്പം അങ്ങനെ കാലസ് ടിഷ്യൂ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റ്സിനകത്ത് ട്രാൻസ്ഫോർമേഷൻ എളുപ്പമാണ്. ഈ പറഞ്ഞതുപോലെ ഇപ്പം അഗ്രോബാക്ടീരിയമോ വൈറസ് ഇൻഫെക്ഷനോ ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ ഡയറക്റ്റ് ആയിട്ടുള്ള വെക്ടർലെസ് ജീൻ ട്രാൻസ്ഫർ എല്ലാം ചെയ്യാൻ ഒരു കാലസ് കൾച്ചറാണ് എളുപ്പം. കാലസ് വഴിയുള്ള കൾച്ചറാണ് എളുപ്പം. സോ ഇൻ പ്ലാന്റ് ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ് ആൾവേസ് കാലസ് കൾച്ചർ അല്ലെങ്കിൽ കാലസ് ബേസ് ചെയ്ത ഒരു കൾച്ചർ വളരെ അത്യാവശ്യമാണ്. അൺഡിഫറൻഷിയേറ്റഡ് മാസ് ഓഫ് സെൽസിനാണ് നമ്മൾ കാലസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു കാലസിലാണ് നമ്മൾ ചെയ്യുന്നത്. Now, what are the major transformation method in ഈ പറഞ്ഞ പോലെ വെക്ടർലെസ് ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ് ഏതൊക്കെയാണ് വെക്ടർലെസ് ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ്സ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൽ പല മെത്തേഡ് ഉണ്ട്. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റഡ് മെത്തേഡ് മീൻസ് മൈക്രോ പ്രൊജക്ടൈൽ ഉണ്ട്, പോളിയെത്തിലിൻ ഗ്ലൈക്കോൾ മീഡിയേറ്റഡ് ഉണ്ട്, ഇലക്ട്രോപോറേഷൻ ഉണ്ട്, സിലിക്കൺ വയേഴ്സ് ഉണ്ട്. ദർ ആർ ഡിഫറെന്റ് മെത്തേഡ്സ്. മൈക്രോ പ്രൊജക്ടൈൽ, പ്രോട്ടോപ്ലാസ്റ്റ് അല്ലെങ്കിൽ പോളിയെത്തിലിൻ ഗ്ലൈക്കോൾ മീഡിയേറ്റഡ്, പ്രോട്ടോപ്ലാസ്റ്റ്, ഇലക്ട്രോപോറേഷൻ ആൻഡ് സിലിക്കൺ വിസ്കേഴ്സ്. So I am just following through your text. So the first method in your text is micro injection. Now, what is micro injection? That is different. What is micro injection? You can see the diagram on page number 102. 102 diagram നോക്കിയാൽ അറിയാം. A plant cell is bind with the help of a suction force. നമുക്കറിയാം, നമ്മുടെ കയ്യിൽ ഒരു ട്യൂബ് ഉണ്ട്. ആ ട്യൂബിലൂടെ എയർ അകത്തോട്ട് വിളിച്ചിട്ട് ഒരു ബലൂൺ എടുക്കുക. ബലൂണിന്റെ പുറത്ത് ഒരു സ്ട്രോ, വെള്ളം കുടിക്കുന്ന സ്ട്രോ ചേർത്ത് വയ്ക്കുക. സ്ട്രോയിലൂടെ എയർ അകത്തോട്ട് വലിക്കുക. യു നോ ദാറ്റ് ബലൂൺ വിൽ സ്റ്റാൻഡ് ദർ. അവിടെ ബലൂൺ നിൽക്കും. അതെന്താ നിൽക്കുന്നത്? ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് എ ഫോഴ്സ് കോൾഡ് സക്ഷൻ ഫോഴ്സ്. സോ ഇൻ ദിസ് മെത്തേഡ് ഓൾസോ, ഇൻ മൈക്രോ ഇഞ്ചക്ഷൻ മെത്തേഡ്, ഒരു പ്ലാന്റ് സെല്ലിനെ അത് പ്ലാന്റ് സെല്ലിൽ ചെയ്യാം, പ്രോട്ടോപ്ലാസ്റ്റിൽ ചെയ്യാം, മെരിസ്റ്റമാറ്റിക് സെൽസിൽ ചെയ്യാം, ഓവ്യൂളിൽ ചെയ്യാം, ഏതിൽ വേണോ ചെയ്യാം. ഏതാണോ നമ്മുടെ ടാർഗറ്റ് ടിഷ്യൂ അതിനെ സക്ഷൻ വഴി നമ്മളിങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് മറു സൈഡിൽ മൈക്രോ മാനിപ്പുലേറ്റർ എന്ന് പറഞ്ഞൊരു ഡിവൈസ് ഉണ്ട്. മൈക്രോ മാനിപ്പുലേറ്റർ, അതായത് മൈക്രോസ്കോപ്പിലൂടെ നമുക്കിത് കാണാം. എന്നിട്ട് ചെറിയ നീഡിൽ ഉപയോഗിച്ച് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ഈ പ്ലാന്റിനകത്തോട്ട് ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്യും. ഓക്കെ, അത് ഗ്ലാസ് നീഡിൽസ് ആയിരിക്കും, വളരെ ചെറിയ ഗ്ലാസ് നീഡിൽസ് ആയിരിക്കും പലപ്പോഴും ഉപയോഗിക്കുന്നത്. ആൻഡ് ദിസ് മെത്തേഡ് ഓഫ് ഇഞ്ചക്ടിങ് ജീൻസ് ടു എ പ്ലാന്റ് ഈസ് കോൾഡ് മൈക്രോ ഇഞ്ചക്ഷൻ. സോ മൈക്രോ ഇഞ്ചക്ഷൻ ഈസ് നത്തിങ് ബട്ട് the target cells or tissue are fixed with the help of suction force, with the help of microscopic eye, using nano needles. The gene of interest was injected into the plant cell after injecting. Second one is called macro injection. This is nothing but this is something like a macroscopic technique. കുറച്ചുകൂടെ വലിയ ടെക്നിക്കാണ്. ഒരു പ്ലാന്റിന്റെ ടിഷ്യൂ ഇങ്ങനെ വളർന്ന് ബ്രാഞ്ചിന്റെ ടിപ്പ് സോഫ്റ്റ് ടിഷ്യൂ ആണ്. അപ്പോൾ അവിടെ ചെറിയ മൈക്രോ പിപ്പറ്റ് ഉപയോഗിച്ച് DNA സൊല്യൂഷൻ ഇഞ്ചക്ട് ചെയ്യും. അറ്റ് ദ ടിപ്പ് ഓഫ് പ്ലാന്റിന്റെ ഗ്രോയിങ് ടിപ്പിൽ യൂസിങ് മൈക്രോ പിപ്പറ്റ് we will inject the DNA. This is called macro injection. Third one is direct uptake of DNA by protoplast. You take some tissue, കുറച്ച് ടിഷ്യൂ എടുക്കുക, and that tissue you put in a solution. ഒരു സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. എന്തൊക്കെ വേണമെന്ന് അറിയോ സൊല്യൂഷനിൽ? The solution contains cellulase enzyme വേണം. സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്ന സെല്ലുലേസ് എൻസൈം ആണ്. അപ്പം സെല്ലുലേസ്, ബീറ്റാ സെല്ലുലേസ് എൻസൈം എന്നുള്ള എൻസൈമിനകത്ത് നമ്മുടെ ടിഷ്യൂ, പ്ലാന്റ് ടിഷ്യൂവിനെ ഇട്ടാൽ സെൽ വാൾ ഡിസൊല്യൂട്ട് ചെയ്ത് പോവുകയും അങ്ങനെ
ലിവിങ് കണ്ടന്റ് ഓഫ് ദ സെൽ മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ട് എടുക്കും. സെൽ വാൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു ബലൂണിനകത്ത് വെള്ളം കെട്ടിയതുപോലെയാണ് സെല്ലിന്റെ അവസ്ഥ. സെൽ സ്റ്റേ ലൈക്ക് ദാറ്റ്. പ്രോട്ടോപ്ലാസം ആയിട്ട് ഇങ്ങനെ മെംബ്രെയിനകത്ത് പ്രോട്ടോപ്ലാസം കിടക്കും. അപ്പോൾ വലിയ ഹേർഡിൽസ് ഒന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള സെൽ വാൾ ലെസ് ആയിട്ടുള്ള ടിഷ്യൂവിന് ജീനിനെ ഡയറക്റ്റ് ആയിട്ട് ടേക്ക് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യണമെന്ന് അറിയോ? ആദ്യം യു ടേക്ക് സം ടിഷ്യൂ, ട്രീറ്റ് വിത്ത് സെല്ലുലേസ് എൻസൈം. Now the cell wall is removed. Now the whole content is like a jelly like matrixും പുറത്തൊരു മെംബ്രെയിൻ പോലെ ഇരിക്കും. അതിന് പറയുന്ന പേരാണ് പ്രോട്ടോപ്ലാസം. ആ പ്രോട്ടോപ്ലാസത്തെ പോളിയെത്തിലിൻ ഗ്ലൈക്കോൾ എന്നൊരു കോമ്പൗണ്ട് ഉണ്ട്. പോളിയെത്തിലിൻ ഗ്ലൈക്കോണും കാൽസ്യം പ്ലസും കാൽസ്യം അയോൺസും ഹൈ pHഉം ഈ 3 കണ്ടീഷനിലുള്ള സൊല്യൂഷനകത്ത് ഇടുക പ്രോട്ടോപ്ലാസിനെ. അപ്പോൾ എന്ത് ചെയ്യും? പ്രോട്ടോപ്ലാസിനകത്തുള്ള മെംബ്രെയിൻസിന്റെ പോറോസിറ്റി കൂടും. പ്രോട്ടോപ്ലാസത്തിന്റെ മെംബ്രെയിൻ്റെ പോറോസിറ്റി കൂടും. പോറോസിറ്റി കൂടുമ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അതിന് ചുറ്റും നിൽക്കുന്ന DNA, നമ്മൾ റീകോമ്പിന് ഏത് ജീനാണോ അകത്ത് കയറ്റുന്നത് ആ DNA ആ സൊല്യൂഷനിൽ കാണും. അത് ഈ പോഴ്സിൽ കൂടെ സെല്ലിനകത്തോട്ട് കയറും. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഡയറക്റ്റ് അപ്ടേക്ക് ഓഫ് DNA ബൈ പ്രോട്ടോപ്ലാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? പ്രോട്ടോപ്ലാസ്റ്റിനെ എടുത്ത് അങ്ങനെ അത് കഴിഞ്ഞ പ്രോട്ടോപ്ലാസ്റ്റിനെ കൾച്ചർ ചെയ്ത് അതിനകത്ത് നിന്ന് എന്താണ് അത് കഴിഞ്ഞിട്ട് അതിനെ സെൽ വാളൊക്കെ ഉണ്ടായി പ്ലാന്റ്സ് ആക്കി മാറ്റും. ദിസ് ഈസ് കോൾഡ് ഡയറക്റ്റ് DNA അപ്ടേക്ക് ബൈ പ്രോട്ടോപ്ലാസ്റ്റ്. So next one is called liposome mediated gene transfer. What is it? The living content of a cell. സെല്ലിന്റെ ലിവിംഗ് കണ്ടന്റ് എല്ലാം ഫോസ്ഫോലിപ്പിഡ് മെംബ്രെയിൻസിനകത്താണ് നിൽക്കുന്നത്. ഓൾമോസ്റ്റ് ഓൾ ലിവിംഗ് കണ്ടന്റ് ഓഫ് ദ സെൽസ് ആർ കവേർഡ് ഇൻ സാക്സ് ഓഫ് ഫോസ്ഫോലിപ്പിഡ്. ഫോസ്ഫോലിപ്പിഡ് സാക്കുകളിലാണ് നിൽക്കുന്നത്. മെയിൻലി ലെസിത്തിൻ പോലുള്ള കോമ്പൗണ്ട് ആണുള്ളത്. ഫോസ്ഫോലിപ്പിഡ് മെംബ്രെയിൻ ആണ്. അപ്പം അങ്ങനെ ഒരു മെംബ്രെയിനകത്ത് ജീൻസിനെ കവർ ചെയ്യുന്നു. വി ലോഡ് ദി ലിപ്പോസോം. അപ്പൊ അങ്ങനെ മെംബ്രെയിനസ് സാക്ക് പറയുന്ന പേരാണ് ലിപ്പോസോം. ദ മെംബ്രെയിനസ് സാക്ക് മെയ്ഡ് അപ്പ് ഓഫ് ഫോസ്ഫോലിപ്പിഡ് മെംബ്രെയിൻസ് അല്ലെങ്കിൽ ലെസിത്തിൻ പോലെയുള്ള മെംബ്രെയിൻ കൊണ്ടുണ്ടാകുന്ന സാക്ക് പറയുന്ന പേരാണ് ലിപ്പോസോം. അങ്ങനെയുള്ള സാക്കിനകത്ത് ഇഫ് യു ടേക്ക് ദ DNA ഇൻട്രസ്റ്റ്, നമുക്ക് വേണ്ട DNA അങ്ങനെയുള്ള ഒരു സാക്കിനകത്ത് എടുത്താൽ പ്രോട്ടോപ്ലാസത്തിന് ഒരു മെത്തേഡ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ്, ഈ പ്രോട്ടോപ്ലാസം സ്വന്തമായിട്ട് ഫാഗോസൈറ്റോസ് വഴി അടുത്ത് വരുന്ന മെറ്റീരിയൽസിനകത്തോട് എടുക്കും. സെൽ വാൾ ഇല്ലെങ്കിൽ സെൽ മെംബ്രെയിനിൽ കൂടെ ഈ ലിപ്പോസം എന്ന് പറഞ്ഞ സാധനം അകത്തുള്ള കണ്ടന്റുമായിട്ട് അകത്തോട്ട് പോകും. സി, ഇത് നേരത്തെ പറഞ്ഞതുപോലെ സെൽ വാൾ റിമൂവ് ചെയ്യണം. നമുക്ക് വേണ്ട ടാർഗറ്റ് ടിഷ്യൂവിന്റെ സെൽ വാൾ റിമൂവ് ചെയ്യണം. എന്നിട്ട് പോളിയെത്തിലിൻ ഗ്ലൈക്കോൾ ഉള്ള ഒരു മീഡിയയിൽ പ്രോട്ടോപ്ലാസത്തെ ഇടണം. അപ്പോൾ പോറോസിറ്റി കൂടും. എന്നിട്ട് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ലിപ്പോസോം മെംബ്രെയിനകത്ത് കവർ ചെയ്യും. അന്നേരം അങ്ങനെ കവർ ചെയ്യുമ്പോൾ ലിപ്പോസോം മെംബ്രെയിനകത്ത് ഏതൊക്കെ DNA ഉണ്ടോ ആ മെംബ്രെയിനോട് കൂടെ ടാർജറ്റ് പ്രോട്ടോപ്ലാസ്റ്റിനകത്തോട്ട് കയറിപ്പോകും. ഇതിനെ പറയുന്ന പേരാണ് ലിപ്പോസോം മീഡിയേറ്റഡ് ജീൻ. വാട്ട് ഇസ് ലിപ്പോസോം? ഫോസ്ഫോലിപ്പിഡ് മെംബ്രെയിനസ് സാക്ക് പറയുന്ന പേരാണ് ലിപ്പോസോംസ്. ഇതിന് കുറെ ബെനിഫിറ്റ് ഉണ്ട്. ഒരു മെംബ്രെയിനകത്ത് ബൗണ്ട് ചെയ്താണ് DNA പ്ലാന്റ്സിനകത്ത് പോകണമെങ്കിൽ, സെല്ലിനകത്ത് പോകണമെങ്കിൽ സെല്ലിനകത്തുള്ള ന്യൂക്ലിയസ് ഒന്നും അതിനെ ഹാം ചെയ്യില്ല. ന്യൂക്ലിയസ് ഒന്നും അതിനെ നശിപ്പിച്ച് കളയില്ല. അങ്ങനെ ഒരു ബെനിഫിറ്റ് കൂടെ ഉണ്ട്. The next method is called electroporation. What is electroporation? See, you take the callus culture. കുറച്ച് callus culture എടുക്കുക. ആ callus cultureൽ within the callus culture you take the callus in a media. ഒരു ബഫേർഡ് മീഡിയക്കകത്ത് callus എടുക്കുക. എന്നിട്ട് ആ കാലസിനകത്ത് ഹൈ വോൾട്ട് കൊടുക്കുക. യു ഗീവ് ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പം ഹൈ ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കാലസിനകത്തുള്ള സെല്ലിന്റെ മെംബ്രെയിന്റെ പോറോസിറ്റി കൂടും. അപ്പം അങ്ങനെ ഇലക്ട്രോപോറേഷൻ എന്ന് വെച്ചാൽ ബൈ ഗിവിങ് ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട് പ്രോട്ടോപ്ലാസ്റ്റിന്റെ പോറോസിറ്റി കൂട്ടും. അങ്ങനെ പോറോസിറ്റി കൂടുമ്പോൾ ഈ പോളിയെത്തിലിൻ ഗ്ലൈക്കോൾ എന്തിനാണ് എടുക്കണമെന്നറിയോ? ഇൻ ദ പ്രസൻസ് ഓഫ് പോളിയെത്തിലിൻ ഗ്ലൈക്കോൾ DNA ചുരുങ്ങി പ്രസിപ്പിറ്റേറ്റ് ചെയ്തിരിക്കും. അതാണ് ഒരു പ്രത്യേകത. DNA ഇലോങ്ങേറ്റഡ് സെൽസ് ആണെങ്കിലും ഇൻ ദ പ്രസൻസ് ഓഫ് പോളിയെത്തിലിൻ ഗ്ലൈക്കോൾ
അത് ചുരുങ്ങി പ്രസിപ്പിറ്റേറ്റ് ചെയ്ത പോലെ ഇരിക്കും. അപ്പോൾ അന്നേരം എന്ത് പറ്റും? സെൽസിന് പോറോസിറ്റി കൂടിയ ഉടൻ സെല്ലിനകത്തോട്ട് ഇത് ഇറങ്ങിപ്പോകും. അപ്പോൾ ഇവിടെ ഇനി ഇലക്ട്രോപോറേഷൻ ബൈ അപ്ലൈങ് ഹൈ ഇലക്ട്രിക് ഫീൽഡ് in the presence of polyethylene glycol, porosity of the protoplasm will increase and eventually the precipitated DNA, ചെറുതാ DNA ചുരുങ്ങി നിൽക്കുന്ന DNA സെൽസിനകത്തോട്ട് കയറി പോകും. This is called electroporation. The next technique is called particle gun delivery. Now see, what is particle gun? This is otherwise called gene guns. See, what is it? Normally, the target DNA, നമുക്ക് ഏത് DNA ആണോ ഇൻസേർട്ട് ചെയ്യുന്നത് അതിൻ്റെ മൾട്ടിപ്പിൾ കോപ്പി ഉണ്ടാക്കും. അതിനെ ചെറിയ ടങ്സ്റ്റൺ ബോൾസിൽ, വളരെ ടൈനി ആയിട്ടുള്ള ടങ്സ്റ്റൺ ബോൾസിലോ ചെറിയ ഗോൾഡ് നാനോ ബോൾസിലോ, ചെറിയ ഗോൾഡ് ബോൾസിൻ്റെ പുറത്തോ കോട്ട് ചെയ്യും. ദേ ആർ കോൾഡ് പാർട്ടിക്കിൾസ്. അതിന് പറയുന്ന പേരാണ് bullets അല്ലെങ്കിൽ പാർട്ടിക്കിൾ. ഇൻ ദ ഹെവി മെറ്റൽ ലൈക്ക് ഗോൾഡ് ഓർ ടങ്സ്റ്റൺ വി വിൽ കോട്ട് അവർ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഈ ഡിവൈസ് കണ്ടോ, ഈ ഡിവൈസിൽ ഈ മുകളിലാണ് ഈ ബുള്ളറ്റ്സ്, ഈ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണ് ബുള്ളറ്റ്സ്. അതിനിങ്ങനെ മുകളിൽ നിലനിർത്തും. എന്നിട്ട് താഴെ നമ്മുടെ ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സിൽ സെല്ല് കാലസ് വളർത്തി, ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സിൽ താഴെ തന്നെ ഇതാണ് ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സ്, അതിനകത്ത് നിറച്ച് കാലസ് ആണ് ഇരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? ഹൈ പ്രഷറിൽ ഈ ജീൻസിനെ, ഹൈ പ്രഷറിൽ ഈ ബുള്ളറ്റിനെ ഇതിനകത്തൂടെ ഫയർ ചെയ്യണം. എങ്ങനെയാണ്? കോർഡൈറ്റ് എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ട് വെച്ച് എക്സ്പ്ലോഡ് ചെയ്യും. അല്ലെങ്കിൽ എന്താണ്? ഇലക്ട്രിസിറ്റിയുടെ പൊട്ടൻഷ്യൽ ഉണ്ടാക്കിയിട്ട് ഇതിനെ ഹൈ ഫോഴ്സിൽ ഈ പാർട്ടിക്കിളിനെ ഇതിനകത്തോട്ട് സ്പ്രേ ചെയ്യും. ഇലക്ട്രിക് ഗണ്ണ് പോലെ അടിക്കും. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന പാർട്ടിക്കിൾ ഓടി വന്ന് ഇതിൽ സ്പ്രെഡ് ചെയ്ത് ഇവിടെ താഴെയുള്ള കൾച്ചറിനകത്തോട്ടെല്ലാം കയറും. സോ ദിസ് ഇസ് എ ഫിസിക്കൽ മെത്തേഡ്. ഇതിനെ പാർട്ടിക്കിൾ ഡെലിവറി എന്നാണ് കാരണം, അല്ലെങ്കിൽ പാർട്ടിക്കിൾ ഗൺ എന്ന് പറയുന്നതിന് കാരണം പാർട്ടിക്കിളിനെ ഫയർ ചെയ്താണ് കയറ്റുന്നത്. നൗ ദിസ് ഇസ് ഓൾസോ കോൾഡ് ജീൻ ഗൺ മെത്തേഡ് അല്ലെങ്കിൽ ബൊംബാർഡ്മെന്റ് ഗൺ മെത്തേഡ് എന്നൊക്കെ പറയും. ഇവിടുത്തെ പ്രശ്നം എന്താണ്? വാട്ട് ഈസ് ദ ടാർജറ്റ് ടിഷ്യൂ കൾച്ചർ സെൽസ്. എന്താണ് ബുള്ളറ്റ്? ദ ഹെവി മെറ്റൽ കോട്ടഡ് വിത്ത് ദ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. അങ്ങനെ ഹെവി മെറ്റൽ കോട്ടഡ് മെറ്റീരിയൽസിന് പറയുന്ന പേരാണ് മാക്രോ പ്രൊജക്ടൈൽസ്. എന്താണ് അതിന് പറയുന്ന പേരാണ്? മൈക്രോ പ്രൊജക്ടൈൽസ്. അങ്ങനെ ചെറിയ മെറ്റീരിയൽസ്, ചെറിയ ടങ്സ്റ്റൺ അല്ലെങ്കിൽ ഗോൾഡിന്റെ പുറത്ത് DNA കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിന് പറയുന്ന പേരാണ് മൈക്രോ പ്രൊജക്ടൈൽസ്. അതിന് പറയുന്ന ഒരു വാക്കാണ് മൈക്രോ പ്രൊജക്ടൈൽസ്. ഈ മൈക്രോ പ്രൊജക്ടൈൽസ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ ഒരു ഹോളിലൂടെ ഹൈ പ്രഷറിൽ ഇഞ്ചക്ട് ചെയ്യും. അന്നേരം അത് വന്ന് സെൽ വാൾ ഉണ്ടെങ്കിലും സെൽ വാൾ പൊട്ടിച്ച് തകർത്ത് പോകും. അതാണ് അതിന്റെ ബെനിഫിറ്റ്. ഈവൻ ഇഫ് ദർ ഈസ് സെൽ വാൾ, ദ മൈക്രോ പ്രൊജക്ടൈൽ ഓഫ് ബുള്ളറ്റ് താഴെ വന്ന് ഈ മൈക്രോ പ്രൊജക്ടൈൽ, അതായത് ഈ മുകളിൽ നിന്ന് വരുമ്പോൾ ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് വരുന്നതെങ്കിലും അത് പൊട്ടിപ്പൊളിഞ്ഞ് ചെറിയ ടൈനി പാർട്ടിക്കിൾസ് ആയിട്ട് ഇതിനകത്ത് അങ്ങ് കയറും. സോ ദിസ് ഈസ് കോൾഡ് പാർട്ടിക്കിൾ delivery. Now next one is called fiber mediated. 0.6 thickness ഉള്ള സിലിക്കൺ കാർബൈഡ് ഫൈബേഴ്സിൽ മൈക്രോ ഇഞ്ചക്ഷൻ ചെയ്യുന്നത് പോലെ പാർട്ടിക്കിൾസിനെ 0.6 നാനോമീറ്റർ ഉള്ള സിലിക്കൺ കാർബൈഡ് വയേഴ്സിൽ മൈക്രോ ഇഞ്ചക്ഷൻ ചെയ്തതുപോലെ DNA കോട്ട് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ ലേസർ മീഡിയേറ്റഡ് മെത്തേഡ് ഉണ്ട്. ലേസർ കൊടുത്ത് ഹോൾസ് ഉണ്ടാക്കിയിട്ട് ബൈ യൂസിങ് ലേസർ വി ക്യാൻ മേക്ക് ഹോൾ ഓൺ ദ പ്രോട്ടോപ്ലാസ്റ്റ് ആൻഡ് ത്രൂ ദാറ്റ് ഹോൾസ് പാർട്ടിക്കിൾ വിൽ ബി ഇൻസേർട്ടഡ്. പിന്നെന്നുള്ളത് പോളിയെത്തിലിൻ ഗ്ലൈക്കോൾ മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫർ. അത് നേരത്തെ നമ്മൾ പറഞ്ഞു. പ്രോട്ടോപ്ലാസ്റ്റ് വെൻ ഇറ്റ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ഡൈവാലന്റ് കാറ്റയോൺ CA++നകത്തും പോളിയെത്തിലിൻ ഗ്ലൈക്കോളും ഉള്ള ഒരു മീഡിയ ലൈൻ ഇട്ടാൽ സെല്ലിൽ പോറോസിറ്റി വരും. അങ്ങനെയുള്ള പോർസിൽ കൂടെ the gene of interest will migrate to inside. So these are the different methods of transformation. അപ്പോൾ നമ്മൾ പറഞ്ഞത് എത്രയേ ഉള്ളൂ, ഒരു പ്ലാന്റ്സിനകത്ത് ട്രാൻസ്ജെനിക് മെത്തേഡ് അല്ലെങ്കിൽ റീകോമ്പിനന്റ് DNA ടെക്നോളജിയുടെ ലാസ്റ്റ് സ്റ്റേജ് ആണ് ട്രാൻസ്ഫോർമേഷൻ. ആ ട്രാൻസ്ഫോർമേഷനിൽ സംഭവിക്കുന്നത് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് സെല്ലിനകത്തോട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോകും. അത് മൈഗ്രേറ്റ് ചെയ്യുന്ന പല മെത്തേഡാണ്. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, രണ്ട് ഇൻഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്. അതുപോലെ വൈറസ് ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്. അതിൽ ഡയറക്റ്റ് മെത്തേഡിനകത്ത് എല്ലാം ഫിസിക്കൽ മെത്തേഡാണ് പറഞ്ഞത്. അതിനകത്ത് പാർട്ടിക്കിൾ ഡെലിവറി ഉണ്ട്, ഇലക്ട്രോപോറേഷൻ ഉണ്ട്, പോളിയെത്തിലിൻ ഗ്ലൈക്കോൾ മീഡിയേറ്റഡ് ഉണ്ട്, ലിപ്പോസോം മീഡിയേറ്റഡ് ഉണ്ട്. These are all different methods of gene transformation techniques.